വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ഇങ്ങനെ ആയിരുന്നു, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കറന്റ് ഉള്ള ഡൗട്ട്സ് ചോദിക്കാം എന്നതായിരുന്നു. അതായത് LBS BSc നഴ്സിംഗ്, LBS പാരാമെഡിക്കൽ ഡിഗ്രി, LBS പാരാമെഡിക്കൽ ഡിപ്ലോമ, CPAS, GNM ആൻഡ് ANM, ജിപ്മർ, PNC MAK, AMCS FNCK, SPMA ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു Q&A ചെയ്യാം എന്ന് വിചാരിക്കുന്നു. പല കുട്ടികൾക്കും മനസ്സിലാകാത്ത ഒരു കാര്യം, നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് പല കുട്ടികൾക്കും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ പുതിയൊരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോന്നിൻ്റെയും അപ്ഡേറ്റ്സ് ഓരോ ഫോൾഡർ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അതിൽ നിന്നും അപ്ഡേറ്റ്സ് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് തരാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് SPMA അപ്ഡേറ്റ്സ് പ്ലീസ് ടെൽ എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ SPMAയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാമിൻ്റെയും അപ്ഡേറ്റ്സ് ഒരുമിച്ച് പറയുന്നത് കൊണ്ട് തന്നെ പലർക്കും അപ്ഡേറ്റ്സ് കറക്റ്റ് ടൈമിൽ കിട്ടുന്നില്ല എന്നൊരു മുട്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. SPMA അപ്ഡേറ്റ്സ് 2025 എന്ന് പറഞ്ഞ് ചാനലിൽ പുതിയൊരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ, ആ ഫോൾഡറിനകത്ത് തന്നെ അതിന്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ അപ്ഡേറ്റ്സ് കണ്ടു നോക്കുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റും നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് അനുസരിച്ച്, നിങ്ങളുടെ പെർസെൻറ്റേജ് അനുസരിച്ച് ഏത് റാങ്ക് കിട്ടാനുള്ള ചാൻസ് പ്രെഡിക്ഷൻ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് അവസാനത്തെ SPMAയുടെ അപ്ഡേറ്റ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാത്തവർ ആ ഒരു പ്ലേലിസ്റ്റ് കയറി നോക്കി അത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, CPAS കൊണ്ടുപോകേണ്ട BPT ഡോക്യുമെന്റ്സ്. എനിക്ക് തോന്നുന്നത് ഫിസിയോതെറാപ്പിക്ക് ഓൾറെഡി കൗൺസിലിങ്ങിന് വിളിച്ചിട്ട് അപ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കുട്ടിയോട് പറയാനുള്ളത്, CPAS അപ്ഡേറ്റ് 2025 എന്ന് പറഞ്ഞ് പ്ലേലിസ്റ്റിൽ നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡറിനകത്ത് നോക്കിയാൽ മതിയാകും. ഡോക്യുമെന്റ്സ്, ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് CPAS കൗൺസിലിങ്ങിന് കൊണ്ടുപോകേണ്ടത് എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡോക്യുമെന്റ്സിന് വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കി മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചേച്ചി എത്ര ഇൻഡെക്സ് മാർക്ക് വരെ ഉള്ളവർക്ക് ഇതുവരെ അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ട്? അതായത് BSc നഴ്സിംഗിനായാലും പാരാമെഡിക്കൽ ഡിഗ്രിക്ക് ആയാലും നമുക്ക് ഒരു കറക്റ്റ് ഇൻഡെക്സ് മാർക്ക് പറയാൻ സാധിക്കില്ല. LBSലാകുമ്പോൾ കാറ്റഗറി നോക്കുന്നുണ്ട്, റിസർവേഷൻ വരുന്നുണ്ട്, ഇൻഡെക്സ് മാർക്ക്, റാങ്ക്, ഇനിയിപ്പോൾ നടക്കുന്നതെല്ലാം വാക്കൻസി സീറ്റും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഒരു ഇൻഡെക്സ് മാർക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അവസാനം വരെ കറക്റ്റ് ലാസ്റ്റ് എത്രത്തോളം ഇൻഡെക്സ് മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊരു പ്രഡിക്ഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പാരാമെഡിക്കൽ ഡിഗ്രിയുടെ സെൽഫ് ഫിനാൻസിങ് കോളേജസിൻ്റെതും ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് കോളേജസിൻ്റെതും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ LBS BSc നഴ്സിംഗിന്റെ സെൽഫ് ഫിനാൻസിങ് കോളേജസിന്റെ പ്രഡിക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് കോളേജസിന്റെ പ്രഡിക്ഷൻ വീഡിയോയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോസിബിലിറ്റീസ് ആണ് നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ വീഡിയോസ് ഒക്കെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഓരോ കാറ്റഗറി അനുസരിച്ച് ഓരോരുത്തരുടെയും പ്രയോറിറ്റി വന്നിട്ട് നമ്മൾക്ക് ഈ ഇൻഡെക്സ് മാർക്കിന് ഡിഫറൻസ് വരുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പാരാമെഡിക്കലിന് അപ്ലൈ ചെയ്യാൻ സാധിച്ചില്ല, ഇൻഡെക്സ് മാർക്ക് 293, ഇനി പാരാമെഡിക്കലിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? ഇനി ഉറപ്പായിട്ടും പാരാമെഡിക്കലിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. പല കുട്ടികളും ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നത് അറിഞ്ഞില്ല. കാരണം നമ്മുടെ BSc നഴ്സിംഗിന്റെ കൂടെ 4th അലോട്ട്മെന്റ് ആയിട്ടാണ് പാരാമെഡിക്കൽ വന്നത് കൊണ്ട് പല കുട്ടികളും അറിയാതെ അവർക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി അടുത്ത അലോട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാം. പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പങ്കെടുക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് BSc നഴ്സിംഗിനെ പോലെ ഒരുപാട് സീറ്റുകളൊന്നും പാരാമെഡിക്കലിന് ഇല്ല എന്നൊരു കാര്യം മനസ്സിലാക്കുക. അതുപോലെ ഇനി വരുന്നതെല്ലാം വാക്കൻസി സീറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ വാക്കൻസി സീറ്റ് നോക്കിയതിന് ശേഷം മാത്രം ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടിയും ശ്രദ്ധിക്കുക. പാരാമെഡിക്കലിൽ നമുക്ക് ഇനിയും ഓപ്ഷൻസ് വെക്കാൻ പറ്റും എന്നതാണ് ഇതിലൂടെ പറയാൻ വേണ്ടി പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, BPTക്ക് ഏതൊക്കെ കോളേജിൽ സീറ്റ് ഫില്ലായി എന്ന് പറയാൻ കഴിയുമോ? ഇപ്പോൾ നമുക്ക് അത് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇനി അടുത്ത അലോട്ട്മെന്റ് വരുന്ന സമയത്ത് വേക്കൻസി സീറ്റിന്റെ ലിസ്റ്റ് നമ്മുടെ LBS സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ മാത്രമേ ഇനി BPTക്ക് എത്രത്തോളം സീറ്റുകൾ ഫില്ലായിട്ടുണ്ട്, അതുപോലെ എത്രത്തോളം വാക്കൻസി സീറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ക്വസ്റ്റ്യൻ, CPAS നഴ്സിംഗ് കൗൺസിലിംഗ് വിളിച്ചിട്ടുണ്ട്, അവിടെ അഡ്മിഷൻ കിട്ടിയാൽ LBS വഴി
ആണെങ്കിൽ അങ്ങോട്ടേക്ക് മാറാൻ പറ്റുമോ? പ്ലീസ് റിപ്ലൈ. ഇതിലേക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഇത് ഒരുപാട് പേരുടെ ഡൗട്ട്സ് ആണ്. CPAS നിങ്ങൾ പോയി കഴിഞ്ഞ് കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാലേ നിങ്ങളുടെ റാങ്കും മാർക്കും ഒക്കെ അനുസരിച്ച് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൗൺസിലിങ്ങിന് വിളിക്കുന്ന എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങൾ അവിടെ കൗൺസിലിങ്ങിന് പോയതിന് ശേഷം മാത്രമേ നമുക്കത് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നൊരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി നിങ്ങൾ CPAS പോയി നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടനടി തന്നെ ഫീസ് അടച്ച് നിങ്ങൾ അവിടെ സീറ്റ് സെക്യൂർ ചെയ്യണം എന്നത് നിർബന്ധമാണ്. അതുപോലെ CPASമായി ബേസ് ചെയ്ത് ഏത് കോളേജിലാണോ നിങ്ങൾക്ക് കിട്ടിയത് അവരുടെ ഡിസിഷൻ ആണ് നിങ്ങളെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യിക്കാനുള്ള പെർമിഷൻ തരേണ്ടത്. അതായത് മിക്ക CPASനും തരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം സെപ്റ്റംബർ 30 അഡ്മിഷൻസ് എല്ലാം ക്ലോസ് ചെയ്ത് നവംബർ ക്ലാസ് തുടങ്ങണം എന്ന രീതിയിലാണ് ഇപ്പോൾ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത്. അതായത് INC-യുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റ് ഇങ്ങനെയാണ്: സെപ്റ്റംബർ 30 അഡ്മിഷൻ ക്ലോസ് ചെയ്യണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡിഫറൻസ് വരുവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. CPASൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങൾ ഉറപ്പ് വരുത്തണം. നിങ്ങൾക്ക് അവിടെ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പെനാൽറ്റി കൊടുത്തിട്ടൊക്കെ വേണ്ടിയായിരിക്കും നിങ്ങൾ LBS കിട്ടുമ്പോൾ വരേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ ഡിസിഷൻ ആക്കുക. നിങ്ങൾക്ക് LBSൽ വെയിറ്റ് ചെയ്യണമോ CPASൽ വെയിറ്റ് ചെയ്യണമോ എന്നതൊക്കെ നിങ്ങൾ വേണം തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തത് അലോട്ട്മെന്റ് വരുമ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ പാരാമെഡിക്കൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞില്ലേ? പാരാമെഡിക്കലിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു. ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത പല കുട്ടികളും ചോദിക്കുന്നതാണ്, എനിക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നില്ല, എനിക്കിനി ഓപ്ഷൻസ് പുതുതായിട്ട് വെക്കാൻ പറ്റുന്നില്ല, റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യേണ്ട. ഫോർത്ത് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ തേർഡ് അലോട്ട്മെന്റ് വരെ ഉള്ളത് പോലെയേ അല്ല. നമ്മളിത് ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ പറഞ്ഞ കാര്യമാണ്. തേർഡ് അലോട്ട്മെന്റ് വരെ നമ്മൾ ഒരു ഓപ്ഷൻ വെച്ചിട്ട് അതിനെ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യുകയും റീഅറേഞ്ച്മെന്റ് ചെയ്യുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഫോർത്ത് അലോട്ട്മെന്റിന് ശേഷമുള്ള എല്ലാ അലോട്ട്മെന്റിലും പുതുതായി നിങ്ങൾ ഓപ്ഷൻസ് വെക്കണം. അതായത് ഇപ്പോൾ ഫോർത്ത് അലോട്ട്മെന്റിൽ നിങ്ങൾ ഒന്നാമതേ തൊട്ട് നിങ്ങൾ കുറേ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടാവും. ഒരു 10 ഓപ്ഷൻ വെച്ചെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത 5th അലോട്ട്മെന്റ് ആകുമ്പോൾ അല്ലെങ്കിൽ 6th അലോട്ട്മെന്റ് ആകുമ്പോൾ ഈ 10 ഓപ്ഷനും അവിടെ ക്യാൻസൽ ആയി. ഇനി അടുത്ത 6th അലോട്ട്മെന്റിൽ നിങ്ങൾ ഒന്നേന്ന് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസ് അവിടെ ക്യാൻസൽ ആയി പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പിന്നീട് ഓപ്ഷൻസ് കാണാൻ സാധിക്കാത്തത്. കാരണം പിന്നീട് അതിന്റെ ആവശ്യമില്ല. കാരണം നമുക്ക് റീഅറേഞ്ച്മെന്റ് ചെയ്യാനോ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനോ അവിടെ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടും ഇനി അടുത്തത് പുതിയ ഓപ്ഷൻസ് വെക്കേണ്ടതായത് കൊണ്ടും നിങ്ങൾക്ക് ഈ ഓൾറെഡി കൊടുത്ത ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കില്ല. അതാണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഈ ഡൗട്ട്സ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോസ് മുഴുവനായി കണ്ടാൽ മാത്രമേ നിങ്ങളുടെ ഫുൾ ഡൗട്ട്സും ക്ലിയർ ആവുകയുള്ളൂ എന്നത് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ, വാക്കൻസി സീറ്റ് കൊടുത്തിട്ടുള്ള ഏത് സീറ്റിലും കോളേജ് കിട്ടുമോ? അവിടെ റാങ്കും ഇൻഡെക്സ് മാർക്കും ഒക്കെ നോക്കിയിട്ടാണ് എടുക്കുന്നത്. വാക്കൻസി സീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പില്ല. കാരണം വാക്കൻസി സീറ്റ് വരുന്നത് ഓൾറെഡി അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ അവിടെ അഡ്മിഷൻ എടുക്കാതെ വരുന്നതും അതുപോലെ മറ്റു കുട്ടികൾ അവിടെ അഡ്മിഷൻ എടുക്കാതെ തന്നെ അടുത്ത അലോട്ട്മെന്റിൽ വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുടെ ഒക്കെ വാക്കൻസി സീറ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും റാങ്കും നിങ്ങളുടെ കാറ്റഗറിയും വാക്കൻസി സീറ്റും ഇതെല്ലാം നോക്കിയിട്ട് മാത്രമാണ് അഡ്മിഷൻ കിട്ടുന്നത്. നിങ്ങൾ വാക്കൻസി സീറ്റിൽ വെച്ചു എന്ന് വിചാരിച്ച് മാത്രം നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുകയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 419 OBC അതുപോലെ നീറ്റ് ജിപ്മറിൽ കിട്ടുമോ എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ജിപ്മറിന്റെ അപ്ഡേഷൻ നമുക്കിപ്പോൾ വന്നതാണ്. സെപ്റ്റംബർ 22 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം. ജിപ്മർ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ നീറ്റ് എക്സാം എഴുതിയിരിക്കണം. അതിൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിരിക്കണം. എലിജിബിൾ ആയാൽ മാത്രം പോരാ, നിങ്ങൾക്ക് ഹൈ റാങ്ക് വേണം. ഒരു 181 സീറ്റുകൾ എന്തോ ആണ് പാരാമെഡിക്കലിനുള്ളത്. അതുപോലെ 89 സീറ്റ് എന്തോ ആണ് BSc നഴ്സിംഗിനുള്ളത്. നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് ചെന്ന് കണ്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ BSc നഴ്സിംഗ് ആയാലും പാരാമെഡിക്കലായാലും നീറ്റ് മാക്സിമം കുട്ടികൾ എഴുതിയത് MBBS കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ MBBS കിട്ടാത്ത കുട്ടികൾ ഈ ഒരു പാരാമെഡിക്കലും നഴ്സിങ്ങിനൊക്കെ നോക്കുന്നു. അതായത് ഹൈ റാങ്ക് ഉള്ള കുട്ടികൾ ഉണ്ടാകും. നീറ്റിന് ജസ്റ്റ് സീറ്റ് വേക്കൻസി ഇല്ലാതെയൊക്കെ കിട്ടിയ കുട്ടികൾ ഉണ്ടാകും. ഇപ്പൊ തന്നെ നമ്മൾ വാർത്തയിൽ കണ്ടതാണ്, ഒരു 1000 സീറ്റ് ഉൾപ്പെടെ MBBSന് കൂടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നീറ്റിൽ ഹൈ റാങ്ക് ഉള്ള കുട്ടികൾ ഒരു 1000 പേരൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നതനുസരിച്ച് ബാക്കി കുട്ടികൾ കിട്ടാത്ത കുട്ടികൾ BSc നഴ്സിങ്ങിനൊക്കെ പോകാൻ വേണ്ടി താല്പര്യമുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവരിവിടെ രജിസ്റ്റർ ചെയ്യുക
വരികയാണെങ്കിൽ അവർക്കൊക്കെയാണ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവർക്കും കിട്ടും എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം സീറ്റുകൾ ജിപ്മറിൽ വാക്കൻസി ആയിട്ടില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ റാങ്ക് എത്രത്തോളമാണ്, നിങ്ങൾക്ക് ഹൈ റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ അഡ്മിഷൻ കിട്ടുകയുള്ളൂ എന്നതും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പല കുട്ടികളുടെയും ഡൗട്ടാണ് PNC MAC തേർഡ് അലോട്ട്മെന്റിന് ശേഷം സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റ് ഉണ്ടോ എന്നത്. PNC MACലും AMCS FNCKയിലും സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ ഇല്ല, സ്പോട്ട് അലോട്ട്മെന്റ് ഉണ്ട്. പക്ഷെ അത് വാക്കൻസി സീറ്റുകൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ സ്പോട്ട് അലോട്ട്മെന്റുകൾ ഉണ്ടാവുകയുള്ളൂ. LBSന്റെ BSc നഴ്സിംഗ് അലോട്ട്മെന്റ് എന്നാണ് അവസാനിക്കുന്നത്. INCയുടെ അപ്ഡേറ്റ് പ്രകാരം, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ 30 മുന്നേ ആയിട്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്ത് നവംബറിൽ ക്ലാസ് തുടങ്ങണം എന്നതാണ്. ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ബെസ്റ്റ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഈസ് ഓൾ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസ് ഇൻ കേരള ആർ ഗുഡ്, ക്ലിനിക്കൽ പോസ്റ്റിംഗ്, ക്ലാസസ്, ഫെസിലിറ്റീസ് എക്സെട്ര. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഒരു വാർത്ത നമ്മൾ കണ്ടതാണ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ വരുന്ന ഒരു പ്രശ്നമായിരുന്നു. BSc നഴ്സിംഗ് സ്റ്റുഡൻസിന് നല്ലൊരു ഹോസ്റ്റൽ ഫെസിലിറ്റി ഇല്ല, ബോയ്സിന് ഹോസ്റ്റൽ ഇല്ല, ഗേൾസിനാണെങ്കിൽ ഫെസിലിറ്റീസ് ഒക്കെ വളരെ കുറവാണ്, അതുപോലെ ഫുഡ് മോശമാണ്, അങ്ങനെ INC അപ്രൂവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിലൊക്കെ നമ്മൾ വാർത്തകൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഗവൺമെന്റ് കോളേജസും നല്ലതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമുക്ക് നല്ല മാർക്ക് ഉള്ളത് കൊണ്ട് മെറിറ്റിൽ കിട്ടിയതായിരിക്കാം, പക്ഷെ അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ വളരെ മോശമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അഡ്മിഷൻ എടുത്ത് പഠിച്ചതിന് ശേഷം വലിയ ഉപയോഗമില്ലാതായി പോകും. എന്നാൽ മറിച്ച് പൈസ കൊടുത്ത് സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ, നല്ല കോളേജസിൽ, മൾട്ടി സ്പെഷ്യാലിറ്റീസ് കോളേജസിലൊക്കെ പഠിച്ച കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ കോളേജസും ബെസ്റ്റ് കോളേജസ് ആണ്, എല്ലായിടത്തും നല്ല ഫെസിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസിന്റെ ഈ കറക്ഷൻ ഡേറ്റ് എപ്പോഴാണ്? അതിന്റെ അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് നമ്മുടെ ചാനലിലൂടെ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഡിപ്ലോമ കോഴ്സസിന്റെ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ഇമ്പോർട്ടന്റും ലാസ്റ്റ് ക്വസ്റ്റ്യനുമാണ്, ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ഇത് കേൾക്കുക. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാരാമെഡിക്കൽ 4th അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, ആ കോളേജിൽ അഡ്മിഷൻ എടുത്തില്ല, BPTക്കാണ് കിട്ടിയത്. അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റുമോ? അതുപോലെ നെക്സ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടില്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ റിസ്ക് എടുക്കരുത്. ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ, അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ഉറപ്പായിട്ട് അഡ്മിഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾ അടുത്ത അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കയ്യിൽ ഓൾറെഡി കിട്ടിയ അഡ്മിഷൻ പോവുകയുമില്ല, നെക്സ്റ്റ് കിട്ടുവാണെങ്കിൽ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകാൻ വേണ്ടിയും സാധിക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ കിട്ടിയ അഡ്മിഷൻ വേണ്ടാന്ന് വെക്കുന്നത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി വരുന്നതെല്ലാം വാക്കൻസി സീറ്റിന് വേണ്ടിയിട്ടുള്ള അലോട്ട്മെന്റ്സ് ആണ്. നിങ്ങൾ പല കുട്ടികൾക്കും ഒരു ചിന്തയുണ്ട്, എനിക്ക് നല്ല മാർക്കുണ്ട്, അപ്പൊ എനിക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടും എന്ന് ഉറപ്പാണ്. പക്ഷെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള എല്ലാ രീതിയിലുള്ള അർഹതയും ഉണ്ട്, പക്ഷെ സീറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓൾറെഡി അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ, കുറച്ച് മാർക്ക് റിസർവേഷൻ ബേസിലൊക്കെ കിട്ടിയ കുട്ടികൾ അവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ ബാക്കി സീറ്റ് വാക്കൻസി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടില്ല. എത്ര റാങ്ക് ഉള്ള കുട്ടിയാണെങ്കിലും എത്ര മാർക്കുള്ള കുട്ടിയാണെങ്കിലും അവിടെ അഡ്മിഷൻ കിട്ടില്ല. അതുകൊണ്ട് പല കുട്ടികളും കഴിഞ്ഞ വർഷം ചെയ്ത മിസ്റ്റേക്ക് ആണ്, 300-ന് 300 മാർക്കുള്ള കുട്ടിയും ഇന്ന കോഴ്സ് ഇന്ന കോളേജിൽ തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് കിട്ടിയ ഒരു കോളേജിലും അഡ്മിഷൻ എടുക്കാതെ മുന്നോട്ട് അലോട്ട്മെന്റിന് പോയി അവസാനം കിട്ടാതെ വന്ന കുട്ടികളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള റിസ്ക് നിങ്ങൾ ഇപ്രാവശ്യം എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ കുട്ടികളോടും ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഇപ്പോൾ കിട്ടിയത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക, എന്നിട്ട് അടുത്തതിലേക്ക് വേണ്ടി നിങ്ങൾക്ക് മാറാൻ വേണ്ടി നോക്കുക. അല്ലാതെ ഇപ്പോൾ കിട്ടിയ അഡ്മിഷൻ എടുക്കാതെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാം, പക്ഷെ അത് റിസ്ക് ഫാക്ടർ ആണ്. മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കിട്ടാതെ ഇരിക്കാനും ചാൻസ് ഉണ്ട്, കിട്ടാനും ചാൻസ് ഉണ്ട്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കില്ല. സീറ്റ് വാക്കൻസി ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അതിന് ഞാൻ ഓൾമോസ്റ്റ് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.